തലസ്ഥാനമായ ദോഹയിലേക്ക് ഇസ്രായേൽ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഖത്തറിലുള്ള ഞങ്ങളുടെ പ്രവാസി സുഹൃത്ത് അയച്ചു തന്ന ഒരു വീഡിയോ ദൃശ്യമാണിത്. ഒരുപക്ഷെ നടക്കുന്ന ഒരു വീഡിയോ ദൃശ്യം തന്നെയാണിത്. കാരണം ഇതിനകത്ത് ചില സാങ്കേതികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഈ വീഡിയോയുടെ മുഴുവൻ ഭാഗവും ഞങ്ങൾക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. കൂടുതൽ ഈ വീഡിയോയുടെ ഫുൾ കാണുവാൻ www.politicalinews എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ വീഡിയോ ദൃശ്യത്തിൽ അതിമാരകമായിട്ടുള്ള സ്ഫോടന ശബ്ദങ്ങളും സ്ഫോടനത്തിൽ ബോംബ് സ്ഫോടനത്തിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങളും ചിതറിത്തെറിക്കുന്ന കിലോമീറ്ററോളം പുകച്ചുകളും ചിതറിത്തെറിക്കുന്ന അവശിഷ്ടങ്ങളൊക്കെ ഈ വീഡിയോയിൽ കാണാം. അതൊന്നും ചില സാങ്കേതിക കാരണങ്ങൾ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് ഹമാസിനെയാണ് ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഹമാസിന് ഉള്ള മുന്നറിയിപ്പല്ല, ഇത് പൊതുവായിട്ട് അറബ് രാഷ്ട്രങ്ങൾക്ക് മൊത്തത്തിലുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. ഇറാനെതിരെ ആക്രമിച്ച് ആദ്യം ഇറാനെതിരെയും ഇതുപോലെ ഹമാസിന്റെ നേതാക്കളെ ആക്രമിച്ച് ഇറാനിൽ വകവരുത്തിയിരുന്നു. അതിനുശേഷം അവർ ഇറാനെ പരിപൂർണമായിട്ട് ആക്രമിക്കാൻ ശേഷം ഇറാനെ തകർക്കുവാൻ അവർ ശ്രമിച്ചു. പക്ഷേ ഇറാൻ ശക്തമായിട്ടുള്ള പ്രതിരോധവും തിരിച്ചടിയും കൊണ്ട് ഇറാനിൽ നിന്നും അവർക്ക് പിൻവാങ്ങേണ്ടി വന്നു. അതിനുശേഷമാണ് അവർ ഇപ്പോൾ നിലവിൽ അറബ് രാഷ്ട്രങ്ങളുടെ മേൽ അവർ തിരിഞ്ഞിരിക്കുന്നത്. ഇതിനു മുമ്പ് അവർ ലബനനെ ആക്രമിച്ചു, പോയി യമനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഹൂത്തികൾ അതിന് തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒരിക്കൽ അവരുടെ ഒരു സർവകലാശാലയിലെ ഒരു പ്രൊഫസർ പറയുകയുണ്ടായി, ഈ അറബ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടുന്ന വലിയ ഒരു സമ്പൂർണ്ണ ആധിപത്യമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന്. അത് അവരുടെ ഒരുപക്ഷെ ഒരു പ്രഖ്യാപിത നിലപാട് കൂടിയാണ്, അതിനുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇപ്പോൾ ഈ ഖത്തറിലെ ദോഹയിലേക്ക് നടന്നിരിക്കുന്ന ഇസ്രായേലിന്റെ റോക്കറ്റ് ആക്രമണം. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം തീർത്തും അതിൻ്റെ ഒരു കാരണം ഗസ ഒരു പരിധിവരെ അവർ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഗസയ്ക്ക് ശേഷം അവരെ സംബന്ധിച്ച് ആക്രമണമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല, പിടിച്ചെടുക്കലില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഗസ കഴിഞ്ഞാൽ അടുത്ത് വേറെ ഏതെങ്കിലും ഖത്തറോ UAE സൗദി അറേബ്യ പോലുള്ള ഏതെങ്കിലും രാഷ്ട്രമായിരിക്കാം. അത് തന്നെയാണ് അവരുടെ പ്രഖ്യാപിത നിലപാടും. അതുകൊണ്ട് തന്നെ ഒരു അറബ് രാഷ്ട്രവും ഇസ്രായേലിന്റെ ഭീഷണിയിൽ നിന്ന് മുക്തമല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണിത്. അതല്ലെങ്കിൽ തന്നെ ഇന്നിപ്പോൾ ഖത്തറിൽ നടത്തിയ ഈ ആക്രമണത്തെ പ്രതിരോധിക്കാൻ എന്തുകൊണ്ട് അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഖത്തറിൽ സ്ഥാപിച്ചിരിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചില്ല? എന്തുകൊണ്ട് ഖത്തറിന് മുന്നറിയിപ്പ് നൽകിയില്ല? ഇതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ മൗനാനുവാദത്തോടെ ഇസ്രായേൽ നടത്തുന്ന കടന്നുകയറ്റമാണ് ഇതെല്ലാം എന്നാണ് സൂചിപ്പിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം.